കേരളീയർക്ക് പ്രിയങ്കരനായ രാഷ്ട്രീയ പ്രവർത്തകനായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് ഓരോ മലയാളികളും. അതിനിടയിൽ അദ്ദേഹത്തിന്റെ കുടുംബവിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വൈറലാവുകയും ചെയ്യുന്നുണ്ട്. ഭാര്യയും ഒരു മകളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമാണ് വി.ഡി. സതീശന്റേത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവച്ച അദ്ദേഹം പഠനത്തിനും പ്രാധാന്യം നൽകിയിരുന്നു. അങ്ങനെ വക്കീൽ പഠനത്തിന് ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് വരെ അദ്ദേഹം തിരിഞ്ഞത്. അതിനുശേഷമാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചാലോ എന്നുള്ള തീരുമാനത്തിലേക്കും വി.ഡി. എത്തിയത്. അങ്ങനെ ഒരു പെണ്ണുകാണൽ വഴിയാണ് തന്റെ ഭാര്യയായ ലക്ഷ്മിപ്രിയയെ ആദ്യമായി അദ്ദേഹം കാണുന്നത്. കണ്ട ആ ഒരൊറ്റ മിനിറ്റിൽ തന്നെ ഇതാണ് എന്റെ പ്രിയതമ, ഇവളെ മതി എനിക്ക് എന്നുള്ള ചിന്തയായിരുന്നു വി.ഡിക്ക്. അങ്ങനെ മറ്റൊന്നും ചിന്തിക്കാതെ ലക്ഷ്മിപ്രിയയോട് തന്റെ ജീവിതത്തിന്റെ കഥകളെല്ലാം പറയുകയായിരുന്നു. ആ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇവൾ മതി എനിക്ക് എന്റെ ഭാര്യയായ തീരുമാനത്തിലേക്ക് വി.ഡി. എത്തുകയും തിരിച്ച് ലക്ഷ്മിപ്രിയ ഇതന്നെയാണ് തന്റെ പ്രിയതമൻ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അന്ന് തീരുമാനിച്ച ആ തീരുമാനം പിന്നീട് ജീവിതത്തിന്റെ ഉടനീളം പാലിക്കുകയായിരുന്നു ഇരുവരും. വീട്ടുകാർക്ക് ഒന്നും കൂടി ആലോചിക്കണം എന്നുണ്ടായിരുന്നു. അതിനൊന്നും വി.ഡി. സതീശന് നേരമുണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് എന്റെ ഭാര്യ എന്ന ഒരൊറ്റ ചിന്തയായിരുന്നു വി.ഡി. സതീശന്. അങ്ങനെയുള്ള ഇരുവരുടെയും ദാമ്പത്യ ജീവിതം 20-ലേറെ വർഷങ്ങൾ തികഞ്ഞു നിൽക്കുകയാണ്. ഉണ്ണിമായ എന്നാണ് ലക്ഷ്മിപ്രിയയുടെയും വി.ഡി. സതീശന്റെയും ഏക മകളുടെ പേര്. മകളിലൂടെയാണ് ഇന്നത്തെ തലമുറകൾ ഈ സമൂഹത്തിൽ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതൊക്കെ തന്നെയും തിരിച്ചറിയാനും വി.ഡി. സതീശന് പ്രചോദനമേകിയത്. ഈ ലോകത്ത് തന്നെ ചോദ്യം ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് വി.ഡി. സതീശൻ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഏക മകളായ ഉണ്ണിമായയ്ക്ക് മാത്രമാണ്. മകളും ഭാര്യയും തന്നെയാണ് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടത്. ഇന്ന് യുവാക്കളുടെ ഹരമായി നിൽക്കുന്ന വി.ഡി. സതീശന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അദ്ദേഹത്തിന് 2 വീടും കൂടെയുണ്ട്. ഒന്ന് കുടുംബത്തിന് താമസിക്കാനും മറ്റൊന്ന് കുടുംബ സ്വത്തായി നിലകൊള്ളുന്നതും. കോൺഗ്രസ് എന്ന പാർട്ടിയെക്കുറിച്ച് ആലോചിക്കാതെ വി.ഡി. സതീശൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.